എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാനും യാമിക്കുട്ടിയും കൂടി ഇട്ട പൂക്കളാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാൻ മാത്രം പോയിട്ടില്ല കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി. ഞാൻ പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടും സിന്ദൂരമൊക്കെ ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ താഴേക്ക് വന്നപ്പോഴേക്കും ജലനിധിയുടെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ വേഗം ഡ്രമ്മിലൊക്കെ പിടിച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം കൊണ്ടുവരാനും അതുപോലെ ചോറും കറിയൊക്കെ വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കുടം ഞാൻ ആദ്യം കുടന്ന് വെക്കുകയാണ്, വേഗം പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുപ്പിലൊക്കെ ഒരുപാട് വെണ്ണൂറൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയപ്പോൾ കത്തിച്ചതിൻ്റെ വെണ്ണൂറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ആക്കുകയാണ് ഞാൻ. വെള്ളം കൊടുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി എടുക്കുകയാണ്. അപ്പോൾ അരി ഞങ്ങൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുക കേട്ടോ, നാഴിയിലല്ല. അപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരി വേഗം കഴുകിയിട്ടു കേട്ടോ. കല്യാണത്തിന് പോയവരൊക്കെ വന്നാൽ വെള്ളം ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഈസിയിൽ വെള്ളം അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കറി വയ്ക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഒന്ന് സാധാ സിമ്പിളായിട്ടുള്ളൊരു കറി വയ്ക്കാനാണ്. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയ കാരണം ഞാൻ മീൻ മുളകിടാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളീൻ്റെ മേലെ ഒരു കറുപ്പ് കളറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ നമ്മുടെ വയറിന് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഉള്ളിയും തക്കാളി ഇഞ്ചിയൊക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് അരിഞ്ഞ് വഴറ്റാനുള്ള ഒരു നേരമൊന്നുമില്ല, അപ്പോൾ വേഗം ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ഇനി ഞാൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഉള്ളിയും തക്കാളിയൊക്കെ മിക്സിയിലിട്ട് അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവണം. കറിവേപ്പിലയും മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ മുളക് ചേർത്ത് കൊടുത്തു. മുളക് ചെറിയ സ്പൂണായതുകൊണ്ട് ഒരു 4 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വാർത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ കറിയിൽ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊന്നും കൂടി തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു. മീൻ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അയിലയും മാന്തളുമാണ് കേട്ടോ. കറി തിളയ്ക്കുമ്പോഴേക്കിനും വേഗം മീൻ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം മുറിക്കുകയാണ്. ഇനി കറിയിലേക്ക് ആദ്യം അയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടിനും വേറെ വേറെ വേവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ചിട്ട് മാന്തളിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി പപ്പടം കാച്ചാം. അത് കഴിഞ്ഞിട്ടൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഈ ചമ്മന്തിയിലേക്ക് ഉപ്പും പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളമുളകാണ് ഞാൻ ചേർക്കുന്നത്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ ഞാൻ വേഗം കഴുകി വെക്കുകയാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എണീറ്റ് വന്നിട്ട് പിന്നെ തുണികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ തുണികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിന് നനച്ചത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.